Hey, hello guys, welcome back to my YouTube channel, Malu YouTuber. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലേക്ക് ഉണ്ട് കീബോർഡ്. അപ്പോൾ ഈ കീബോർഡിൽ നമ്മൾ ജനറലി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ചിലരൊക്കെ ടൈപ്പ് ചെയ്യുന്ന ഇങ്ങനെ വിരലുകൾ ഓരോ വിരൽ വെച്ച് ഇങ്ങനെ കീബോർഡിൽ നോക്കി കുത്തിയായിരിക്കും ടൈപ്പ് ചെയ്യേണ്ടാവുക. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കീബോർഡിൻ്റെ അകത്ത് ഒത്തിരി കീസ് ഉണ്ടാവും. അപ്പോൾ ഈ കീസൊക്കെ എങ്ങനെ നമുക്ക് കീബോർഡിൽ നോക്കാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ഒരു ബുക്കിൻ്റെ അകത്തുള്ളൊരു മാറ്റർ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബുക്കിൽ നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് മോണിറ്ററിലേക്ക് നോക്കിയായിരിക്കും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കീബോർഡിൽ നോക്കി ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തെറ്റ് കൂടാതെ നമുക്ക് സ്പീഡായിട്ട് ഈ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇനി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, ഞാനതിൽ ബിഗിനറാണ്. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലും അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കഴിവതും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളിവിടെ ഈ കീബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൽ ഒത്തിരി കീസാണുള്ളത്, കുറേ അധികം കീസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുക? അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കീസിനും ഓരോ വിരലാണ്. അപ്പോൾ ജനറലി ഇപ്പം നമ്മളെ ഇപ്പം എന്താ പറയുക, ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്ത ടൈപ്പ് ചെയ്യണത് ഇങ്ങനെ ആയിരിക്കും, എല്ലാ വിരലും കൊണ്ടും ഇങ്ങനെ കുത്തി 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 ഒക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്യേണ്ടാവുക. അപ്പോൾ അതല്ല ശരിക്കും നമ്മുടെ ഈ ഒരു കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്കായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് പഠിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ വിരകൾക്കും ഓരോ ഉപയോഗം ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ 10 വിരലിനും ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 4 വിരലിൻ്റെ ഈ കീബോർഡിൽ എന്താണ് ഉപയോഗം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കീസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ASDF ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നിരയിലാണ് നമ്മുടെ ഈ 4 കൈകളും വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ചേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഈ വിരൽ എയിൽ വന്നം, അതായത് അടുത്ത വിരൽ SDF, അങ്ങനെയാണ് നമ്മുടെ ഇത് വെക്കേണ്ടത്. അപ്പോൾ ഈ വിരൽ അതേപോലെ തന്നെ സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ഇപ്പുറത്തുള്ളതാണ്. അപ്പോൾ ഇതിവിടെ വെച്ചു LKJ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടൈപ്പിങ്ങിൻ്റെ ബാലപാഠം എന്ന നിലയിൽ ഈ 2 വിരലുകളും നമുക്ക് സ്പേസ് യൂസ് ചെയ്യാനുള്ള വിരലുകളാണ്. അപ്പോൾ നമുക്ക് ടൈപ്പിങ്ങിൻ്റെ ബാലപാഠം എന്ന നിലയിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്ത് പഠിക്കേണ്ടത്, നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ ABCD ചെയ്ത് പഠിക്കില്ലേ, അതേപോലെ പഠിക്കുന്ന ഒരു സംഭവമാണ് ഈ 4 വരകളുടെ യൂസേജ്. അപ്പോൾ ഇത് കുറച്ച് നാൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം. ASDF സ്പേസ് 2 സെമിക്കോളൻ LKJ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ടൈപ്പ് ചെയ്ത് പഠിക്കുക. ASDF സെമിക്കോളൻ ASDF. അപ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സ്പേസ് ഇടുക സെമിക്കോളൻ LKJ. അതിന് പിന്നെയും സ്പേസ് ഇടുക ASDF സ്പേസ് ഇടുക സെമിക്കോളൻ LKJ. അതിന് പിന്നെ സ്പേസ് ഇടുക ASDF സ്പേസ് ഇടുക സെമിക്കോളൻ LKJ. അതിന് പിന്നെ സ്പേസ് ഇടുക ASDF സെമിക്കോളൻ സ്പേസ് 2 സെമിക്കോളൻ LKJ. അതിന് പിന്നെ ASDF അതിന് സ്പേസ് 2 സെമിക്കോളൻ LKJ. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ തെറ്റില്ലാതെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആയതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ കംഫർട്ടബിളായി കഴിയുമ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ Gയും Hഉം ഈ ഒരു നിരയിലുണ്ട്, Gയും Hഉം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ASDF അടിച്ചു, അതുകൊണ്ട് ഈ വിരലാണ്, ഈ വിരൽ കൊണ്ട് നമ്മൾ G അടിക്കുകയാണ്. ASDF G, ASDF GF. അതിന് സ്പേസ് ഇട്ടു, അതിന് സെമിക്കോളൻ LKJ. എന്നിട്ട് H അടിച്ചു. H ഈ വിരൽ കൊണ്ടാണ് അടിക്കുന്നത്. H ഒരു J അടിച്ചു, സ്പേസ് അടിച്ചു. എന്നിട്ട് നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് പഠിക്കുക. ASDF GF സ്പേസ് സെമിക്കോളൻ LKJ HJ സ്പേസ് 2 ASDF GF സ്പേസ് സെമിക്കോളൻ LKJ HJ സ്പേസ് ASDF GF സ്പേസ് 2 സെമിക്കോളൻ LKJ HJ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറേ ടൈപ്പ് ചെയ്ത് പഠിക്കുക. അപ്പം അതും നിങ്ങളൊരു കംഫർട്ടബിളായി കഴിയുമ്പോഴാണ് നമ്മൾ മേളിലത്തെയും താഴത്തെയും കീസിലേക്ക് പോകാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനിതിൻ്റെ ഒപ്പം തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു കീസും കാര്യങ്ങളും നോക്കി ടൈപ്പ് ചെയ്യരുത്. കീസ് കാര്യങ്ങളൊക്കെ പരമാവധി നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കീസിലേക്ക് നോക്കാതെയാണ്. ASDFGF സ്പേസ് സെമിക്കോളൻ LKJHJ സ്പേസ് ടു ASDFGF സ്പേസ് സെമിക്കോളൻ LKJHJ. അപ്പോൾ നിങ്ങളിത് എത്രമാത്രം സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പാകത്തിന് പ്രാക്ടീസ് ആവണം. അപ്പോൾ ASDFGF സെമിക്കോളൻ LKJHJ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നമ്മൾ സ്പീഡിലേക്കായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് നമുക്ക് ഏതൊക്കെ കീസാണ് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ചൂണ്ടുവിരലിരിക്കുന്നത് നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്താണ്, കീൻ്റെ അകത്താണ് നമ്മുടെ ചൂണ്ടുവിരലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിരൽ കൊണ്ട് തന്നെയാണ് ഈ വി അടിക്കേണ്ടതും ബി അടിക്കേണ്ടതും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബാക്കിയുള്ള വിരൽ അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ എഫ് വി ബി, ഓക്കെ, എഫ് വി ബി എഫ് ഇത് തന്നെയാണ് എഫ് വി ബി. അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ആറും ടിയും ഈ ഒരു ചൂണ്ടുവിരലിലാണ്, ആർ ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈ പോകേണ്ടത്, വി ബി ആർ ടി, വി ബി ആർ ടി. അപ്പോൾ ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിക്കണം, വി ബി ആർ ടി. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിക്കണം, വി ബി ആർ ടി. അപ്പോൾ അത് തെറ്റുകൂടാതെ ഇത് എന്തുമാത്രം സ്പീഡ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം സ്പീഡ് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 4ഉം 5ഉം ഈ ഒരു ചൂണ്ടുവിരലിൽ തന്നെയാണ്. ഈ മേളിൽ കാണുന്ന 4ഉം 5ഉം ഈ ഒരു ചൂണ്ടുവിരലിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടുവിരലിൻ്റെ ഉപയോഗമാണ് വി ബി ആർ ടി 4 5. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കീസ്. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല. ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസം ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണ്ടി വരും. അപ്പോൾ ഈ ചൂണ്ടുവിരൽ കൊണ്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് പഠിച്ചാലും കുഴപ്പമില്ല. വി ബി ആർ ടി 4 5 സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ കൈയിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെ വരുമ്പം അതൊരു പ്രാക്ടീസ് ആവും. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും പെട്ടെന്ന്. ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഈ ചൂണ്ടുവിരലിൽ തന്നെയാണ് ഈ ജിയും വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നില്ലായിരുന്നോ? ആ ജി വരുന്നത് ഈ ചൂണ്ടുവിരലിൽ തന്നെയാണ്. അപ്പോൾ ചൂണ്ടുവിരലിൽ വന്നത് വി ബി ജി ആർ ടി 4 5. ഇതാണ്, ഇത്രയും കീസാണ് ഈ ചൂണ്ടുവിരൽ കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതേപോലെ നമ്മുടെ റൈറ്റ് ഹാൻഡിലെ ചൂണ്ടുവിരൽ കൊണ്ടും കുറേയധികം കീസ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് MNH UY6 7 ഇത്രയും കീസാണ് നമുക്ക് ഈ ഒരു ചൂണ്ടുവിരൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിരിക്കുന്നത് ജയിലാണ്. ജയിൽ നിന്നും എച്ച് വേണം, എം വേണം, എൻ വേണം, അതേപോലെ തന്നെ യു വേണം, അതേപോലെ തന്നെ വൈ വേണം, അതേപോലെ തന്നെ 6ഉം 7ഉം വേണം. അപ്പോൾ ഇത്രയും കീസാണ് നമുക്ക് ഈ ഒരു ചൂണ്ടുവിരൽ വെച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതിലൂടെ മാത്രമേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് എം എൻ, അതുപോലെ തന്നെ എച്ച്, അതുപോലെ തന്നെ യു, അതുപോലെ തന്നെ വൈ, അതുപോലെ തന്നെ 6, അതുപോലെ തന്നെ 7. ഇത്രയും കീസാണ് ഈ ഒരു ചൂണ്ടുവിരൽ വെച്ച് മാത്രം കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഈ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 കൈ വയ്ക്കാത്തത്. അപ്പോൾ നിങ്ങൾ 2 കൈ ഇതിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലാവുന്നതായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോ തന്നെ ഒത്തിരി ലെങ്ത്തായി. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ പാർട്ട് 2 വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെ വിരൽ, ഈ ചൂണ്ടുവിരലിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ബാക്കിയുള്ള വിരലിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും ടൈപ്പിംഗ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്തിട്ട് ഓൾ ഞെക്കണം. എങ്കിലാണ് പാർട്ട് 2 ഇടുമ്പോൾ അതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓൾ ഞെക്കിയില്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലി യൂട്യൂബർ സൈനിങ് ഓഫ്.